അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ കാനിബൽ ട്രോൾ 2021 ഈ മൂവി റിലീസായിരിക്കുന്നത്. സിനിമയുടെ തുടക്കം ഒരു ക്രൂരനായ നരഭോജിയുടെ കയ്യിലകപ്പെട്ട സാന്ദ്ര എന്ന യുവതിയെയും അവളുടെ കാമുകനെയുമാണ് കാണിക്കുന്നത്. കാട് ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അവിടെയുള്ള നരഭോജി ഒളിച്ചിരുന്ന് പിടികൂടിയതായിരുന്നു ഇവരെ. എന്നാൽ ഈ ഒരു സമയം സാന്ദ്രയുടെ കാമുകൻ ഒരു കത്തി കിട്ടുകയും അതുപയോഗിച്ച് കെട്ടഴിച്ച് ശേഷം അവളുടെയും കെട്ടഴിച്ച് ഇരുവരും നരഭോജിയുടെ താവളത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. നിർഭാഗ്യവശാൽ ആ കാട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടാനുള്ള വഴി ഇരുവർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ പരക്കം പാഞ്ഞ് ഓടുന്ന സമയത്ത് സാന്ദ്രയുടെ കാമുകൻ ഒരു ചർച്ച് കാണാനിടയാവുകയും തൽക്കാലം അതിനകത്ത് കയറി ജീവൻ നിലനിർത്താമെന്ന് അവളോട് പറയുമ്പോൾ അത് വേണ്ട, എത്രയും പെട്ടെന്ന് ഈ കാട്ടിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറയുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയ നരഭോജി അവനെ അമ്പ് ചെയ്ത് വീഴ്ത്തി ക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. ഈ കൊടൂരമായ കാഴ്ചകളെല്ലാം ചർച്ചിനകത്ത് നിന്ന് ഒരു ഫാദർ ഭീതിയോടെ കാണുന്നുണ്ടായിരുന്നു. ജീവന് വേണ്ടി പള്ളിക്കകത്ത് ഓടി വരുന്ന സാന്ദ്രയെ കണ്ട് ഫാദർ ഡോർ അടയ്ക്കുകയാണ്. ഡോർ തുറക്കാൻ എത്രയൊക്കെ കരഞ്ഞപേക്ഷിച്ചെങ്കിലും നരഭോജിയെ പേടിച്ച് ഡോർ തുറക്കാൻ ഫാദർ തയ്യാറായില്ല. അങ്ങനെ സാന്ദ്രയുടെ പക്കലെത്തിയ നരഭോജി അവളെ പിടിച്ച് വീണ്ടും താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം അവളെ ബന്ദിയാക്കിക്കൊണ്ട് അവളുടെ മുന്നിൽ വെച്ച് തൻ്റെ കാമുകന്റെ മൃതശരീരം വെട്ടിനുറുക്കി കശാപ്പ് ചെയ്യുകയാണ്. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നത് കൂട്ടുകാരികളായ ജെസീക്കയെയും ഗ്രേസിയെയുമാണ്. ജെസീക്കയുടെ അമ്മയെയും തങ്ങളുടെ മറ്റു 2 കൂട്ടുകാരികളെയും കൊണ്ട് ഇരുവരും ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു. താമസിയാതെ പിറ്റേന്ന് തന്നെ അവർ ട്രിപ്പ് പോകാൻ ആരംഭിക്കുന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതി ഗർഭിണിയും കൂടിയായിരുന്നു. നിർഭാഗ്യവശാൽ അവർ വന്നിരുന്ന സ്ഥലം നരഭോജി ആളുകളെ കൊന്നുകൊണ്ടിരുന്ന ആ ഒരു കാട്ടിലേക്കായിരുന്നു. അവർ കാഴ്ചകൾ കണ്ട് പള്ളിക്കരികെ എത്തുമ്പോൾ ഫാദർ അവരോട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ അപേക്ഷിക്കുന്നു. എന്നാൽ അവർ ഈ കാര്യം അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. അങ്ങനെ ആ 5 അംഗ സംഘം കാടിനുള്ളിലേക്ക് വരാനിരിക്കുന്ന അപകടമറിയാതെ ട്രക്കിങ്ങിനായി പോകുന്നു. ഈ സമയം ഇവിടെ സാന്ദ്രയുടെ കാമുകന്റെ ശരീരമാംസം നിർബന്ധിപ്പിച്ച് നരഭോജി അവളെ കൊണ്ട് കഴിപ്പിക്കുകയായിരുന്നു. ആ രാത്രി യുവതികളെല്ലാം കാട്ടിൽ ടെൻ്റടിച്ച് താമസിച്ചതിനു ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും നടത്തം ആരംഭിക്കുകയാണ്. ആ ഒരു സമയത്ത് ഭാഗ്യം കൊണ്ട് സാന്ദ്രയ്ക്ക് കെട്ടുകളടിക്കാൻ സാധിക്കുകയും പുറത്തേക്കിറങ്ങി ഓടാനും സാധിച്ചിരുന്നു. എന്നിരുന്നാലും ആ കാട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാനുള്ള വഴി മനസ്സിലാവാതെ വീണ്ടും അവൾ അവിടെ തന്നെ പെട്ടുപോവുകയാണ്. ഇവിടെ യുവതികൾ ഒരുപാട് നേരം കൊണ്ട് നടക്കുന്ന സമയത്ത് ഗർഭിണിയായ ലൂസി എന്ന യുവതിക്ക് ശരീര തളർച്ച ഉണ്ടായതിനാൽ ഞാൻ തിരിച്ചു പോകുന്നുവെന്ന് അവരോട് അറിയിക്കുന്നു. ഞങ്ങളും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ് ലൂസി ടെൻറ്റിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ ഈ ഒരു സമയത്തെല്ലാം നരഭോജി ഏവരെയും നിരീക്ഷിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ലൂസി ടെൻറ്റിലേക്ക് എത്തുകയാണ്. തൊട്ടു പിന്നാലെ ചർച്ചിലുണ്ടായിരുന്ന ഫാദർ ഇവിടത്തെ അപകടത്തെക്കുറിച്ച് പറയാൻ അവരുടെ ടെൻറ്റിലേക്ക് വന്നെങ്കിലും പൊടുന്നനെ നരഭോജി ഫാദറിന് മേലെ ചാടി ആക്രമിക്കുകയാണ്. കയ്യിൽ കരുതിയിരുന്ന തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നരഭോജി തോക്കിനെ തട്ടിത്തെറിപ്പിക്കുകയും ഫാദറിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ശേഷം നരഭോജി ലൂസിയുടെ മുന്നിലായി കൊതിയോടെ വരുമ്പോൾ ഭാഗ്യം കൊണ്ട് നരഭോജിയെ തട്ടിമാറ്റി പുറത്തേക്കിറങ്ങി ഓടാൻ അവൾക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ ഈ സമയം ഗ്രേസിയും ബാക്കിയുള്ളവരും നടന്ന് നരഭോജിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അകത്ത് പരിശോധിച്ച അവർക്ക് ഇവിടെയൊക്കെ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. ഭീതിയോടെ അവർ പുറത്തേക്കിറങ്ങുമ്പോഴാണ് സാന്ദ്ര അലറി വിളിച്ചുകൊണ്ട് അവർക്ക് മുന്നിലെത്തുന്നത്. എന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാൻ കഷ്ടപ്പെട്ടാണ് പുറത്തിറങ്ങിയത്, വഴിയറിയാത്തതിനാൽ ഇവിടെ വീണ്ടും കുടുങ്ങിപ്പോയതാണെന്ന് പറയുന്നു. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് നരഭോജി തിരിച്ച് താവളത്തിൽ വരികയും അവർക്ക് നേരെ ഒരുപാട് അമ്പെയ്യുകയും ചെയ്യുന്നു. അതിൽ ജെസീക്കയുടെ അമ്മയ്ക്ക് കാലിൽ അമ്പ് കൊള്ളുകയും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവതിയുടെ നെഞ്ചിലും അമ്പ് തറച്ചു കയറുകയാണ്. മറ്റുള്ളവരെല്ലാം അമ്മയെയും താങ്ങിക്കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. നെഞ്ചിൽ അമ്പ് തറച്ചു കയറിയ യുവതിയെ ലക്ഷ്യം വെച്ച് നരഭോജി മുന്നോട്ട് പോകുന്നു. അല്പസമയം ഓടിയതിനു ശേഷമാണ് തങ്ങളുടെ കൂട്ടുകാരി നരഭോജിയുടെ കയ്യിലകപ്പെട്ടു എന്നുള്ള കാര്യം അവർ വേദനയോടെ അറിയുന്നത്. മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ കാടിൻ്റെ മാപ്പും ഇവർ വന്നിരുന്ന കാറിൻ്റെ താക്കോലുകളെല്ലാം ആ ഒരു യുവതിയുടെ കൈകളിലായിരുന്നു. ഞാൻ പോയി അവളെ രക്ഷിക്കാമെന്ന് ഗ്രേസി പറഞ്ഞെങ്കിലും ആ ഒരു ദൗത്യം ജെസീക്ക ഏറ്റെടുക്കുകയാണ്. തുടർന്ന് ജെസീക്ക നരഭോജിയുടെ താവളത്തിലേക്കും ബാക്കിയുള്ളവർ ടെൻറ്റിലേക്കും യാത്ര ആരംഭിച്ചു.
അവരുടെയെല്ലാം കാൽച്ചുവടുകൾ നിരീക്ഷിച്ച് തൊട്ടു പിന്നാലെ തന്നെ നരഭോജിയും ഉണ്ടായിരുന്നു. ടെന്റിലേക്ക് എത്തിയവർ തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്ന ഫാദറിനെ കണ്ട് ഞെട്ടി വിറച്ചുപോയി. ഒപ്പം ടെന്റിനകത്ത് ലൂസിയെ കാണാനില്ലാത്ത വിവരം ഏവരും ഞെട്ടലോടെ തിരിച്ചറിയുന്നു. ഇതൊരു മനുഷ്യനല്ലെന്നും നമ്മളെ ആക്രമിച്ചത് ട്രോൾ എന്നറിയപ്പെടുന്ന ഒരു പുരാതനമായ ജീവിയാണെന്ന് ജെസിക്കയുടെ അമ്മ അവരെ അറിയിച്ചു. പൊടുന്നനെ അവർക്കിടയിൽ ചാടി വീണ നരഭോജി ജെസിക്കയുടെ അമ്മയെ തല വെട്ടിമാറ്റി കൊലപ്പെടുത്തുന്നു. ഭീതിയോടെ ഇരുവരും ഇത് കണ്ട് തിരിഞ്ഞോടി. ശേഷം അവർ ഓടിച്ചെന്നെത്തിയത് തങ്ങളുടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വാഹനത്തിന്റെ അടുക്കലാണ്. തുടർന്ന് അവർ കാറിലേക്ക് കയറി ജെസിക്ക അവളെയും കൊണ്ട് താക്കോലുമായി വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് ഗ്രേസിയ സാന്ദ്രയോട് പറഞ്ഞു. തൊട്ടു പിന്നാലെ എത്തിയ നരഭോജി സാന്ദ്രയെ പിടികൂടുകയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഗ്രേസിയയെ പിടികൂടി തൻ്റെ താവളത്തിലോട്ട് തിരിച്ചു പോകുന്നു. ഇതേ സമയം ജെസിക്ക നരഭോജിയുടെ താവളത്തിൽ ചെന്ന് നോക്കുമ്പോൾ തങ്ങളുടെ കൂട്ടുകാരിയെ ക്രൂരമായി കൊന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് അവൾ കാണാനിടയായത്. അങ്ങനെ അവളുടെ കയ്യിൽ നിന്നും മേപ്പും താക്കോലും എടുത്ത് കൈവശമാക്കുന്നു. എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഗർഭിണിയായ ലൂസിയും നരഭോജിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചിരുന്നത്. ഇരുവരും അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താണ് ഗ്രേസിയെയും കൊണ്ട് നരഭോജി അങ്ങോട്ടേക്ക് എത്തുന്നത്. ശേഷം അവരെ കണ്ടുപിടിക്കുകയും മൂവരെയും ബന്ദികളാക്കുകയും ചെയ്യുന്നു. ആ സമയം കൂട്ടത്തിലുണ്ടായിരുന്ന ലൂസിക്ക് പ്രസവ വേദന തുടങ്ങുകയാണ്. താമസിയാതെ തന്നെ അവൾ പ്രസവിക്കുകയും നരഭോജി ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യമാംസം നിർബന്ധപൂർവം ലൂസിയെ കൊണ്ട് കടിപ്പിക്കുന്നു. ഈ തക്കത്തിന് ജെസിക്ക തൻ്റെ കയ്യിലുണ്ടായിരുന്ന കാറിൻ്റെ താക്കോൽ കൊണ്ട് അവരുടെ കെട്ടുകൾ അഴിച്ചു. ശേഷം അവൾ ഗ്രേസിയെയും മോചിപ്പിച്ച് നരഭോജിയുടെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്കിറങ്ങി ഓടുകയാണ്. കൊല്ലപ്പെടുന്ന സമയത്ത് ഫാദർ നരഭോജിയെ കൊല്ലാനുള്ള ആയുധം പള്ളിക്കകത്തുണ്ടെന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ലൂസി തന്നോട് പറഞ്ഞ കാര്യം ഗ്രേസി ജെസിക്കയോട് വെളിപ്പെടുത്തുന്നു. തൊട്ടു പിന്നാലെ എത്തിയ നരഭോജി ഗ്രേസിയെ പിടികൂടി ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങി. ഈ ഒരു കാഴ്ച കാണാനാവാതെ ജെസിക്ക അത്ഭുതകരമായി നരഭോജിയെ അടിച്ചു വീഴ്ത്തി അവളെയും കൊണ്ട് ഫാദർ ഉണ്ടായിരുന്ന പള്ളിക്കകത്തേക്ക് ഓടിക്കയറുകയാണ്. അകത്ത് അന്വേഷിക്കുമ്പോൾ ഹാർമോണിയത്തിൻ്റെ സൗണ്ട് നരഭോജിയെ കൊല്ലുമെന്ന കാര്യം ഒരു ഡയറിയിൽ എഴുതിയിരിക്കുന്നത് അവർക്ക് കിട്ടുന്നു. തുടർന്ന് ഗ്രേസി നീ കാറിലേക്ക് പോകാനും ഞാൻ പിന്നാലെ വരാമെന്ന് ജെസിക്കയോട് പറയുന്നു. അതുപ്രകാരം ജെസിക്ക പുറത്തിറങ്ങിയെങ്കിലും അവരെ കാത്തുനിന്ന നരഭോജി അവളെ ആക്രമിക്കാൻ വേണ്ടി വരികയും ജെസിക്ക വീണ്ടും പള്ളിക്കകത്ത് തിരിച്ചു കയറുകയാണ്. ഒപ്പം നരഭോജിയും അകത്തേക്ക് പ്രവേശിക്കാനിടയായി. ആ സമയം രണ്ടും കൽപ്പിച്ച് ഗ്രേസി ഹാർമോണിയം ഉച്ചത്തിൽ വായിക്കുന്നു. എന്നാൽ ആ ഒരു ശബ്ദം കേട്ട് നരഭോജി സ്വയം ഉരുകി പോവുകയാണ്. ആ തക്കത്തിന് ഇരുവരും പുറത്തേക്കിറങ്ങി അവരുടെ കാറിലേക്ക് പോകുമ്പോൾ നരഭോജിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ലൂസി കുഞ്ഞുമായി അകത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവർ അവിടെ നിന്നും രക്ഷപ്പെട്ട് തിരിച്ചു പോകുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.